ഇന്ന് മഹത്തായ കൊഴുക്കട്ട ശനിയാണ്. ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന കൊഴുക്കട്ട ശനി, വലിയ നോമ്പിലെ 41-ാം ദിവസം ക്രൈസ്തവ ഭവനങ്ങളിൽ തയ്യാറാക്കുന്ന പലഹാരമാണിത്. കുഴച്ച അരിപ്പൊടിക്കുള്ളിൽ തേങ്ങയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന രുചിയേറിയ വിഭവം. കുഴു എന്നാൽ മഴു എന്നർത്ഥം. കുഴു ഭൂമിയെ പിളർന്നു ചിതറിക്കുന്നത് പോലെ പാതാളവാതുക്കൽ അവരുടെ അവസ്ഥയിൽ ചിതറിക്കപ്പെട്ടു എന്നാണ് 140-ാം സങ്കീർത്തനം പറയുന്നത്. നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിനെ കൊഴുക്കട്ട എന്ന പേരുണ്ടായത്. കൊഴുക്കട്ട തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പാരമ്പര്യ വിശ്വാസം പലതാണ്. പതിനിയായിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു മരണത്തിൽ നിന്ന് ഉറപ്പിച്ച ലാസറിൻ്റെ ഭവനത്തിൽ യേശു എത്തിയെന്നും ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും തിടുക്കത്തിൽ മാവ് കുഴച്ച് തയ്യാറാക്കി കൊടുത്ത വിരുന്നായിരുന്നു കൊഴുക്കട്ടയെന്ന് ഒരു പാരമ്പര്യം. യേശു മരിച്ചവരിൽ നിന്ന് ഉറപ്പിച്ച ലാസറിൻ്റെ കുടുംബവും പാർത്ത ബഥനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വീണ്ടും വന്നതായും അവിടെ അവർ യേശുവിന് ഒരു അത്താഴം ഒരുക്കിയതായും അവിടെ നിന്ന് യേശു പിറ്റേന്ന് കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് പോയതായും വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വിരുന്നായ പെസഹായ്ക്ക് മുൻപ് യേശു ഭക്ഷിച്ച അവസാനത്തെ വിരുന്നായിരുന്നു കൊഴുക്കട്ട എന്ന് കരുതാം. പാചകം ചെയ്യുന്ന ആളുടെ കൈവിരൽ പാടുകൾ പതിയുന്ന പലഹാരമാണ് കൊഴുക്കട്ട. പീഡാനുഭവ വേളയിൽ യേശുവിനെ കല്ലെറിയുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതായും കൊഴുക്കട്ടയെന്ന് മറ്റൊരു വിശ്വാസമുണ്ട്. യേശുവിനെ തൈലാഭിഷേകം നടത്താൻ ഭക്തസ്ത്രീകൾ കരുതി വച്ച സുഗന്ധദ്രവ്യങ്ങൾ അടക്കം ചെയ്ത പാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് മധുരം. അകത്തു ചേർത്ത കൊഴുക്കട്ട എന്ന് പറയുന്നവരുമുണ്ട്.